ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്റ്റഡി സെന്റർ വാർഷികാഘോഷം നടത്തി. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിലായിരുന്നു പരിപാടി. ധാന്യ കിറ്റുകളും വിതരണം ചെയ്തു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 8ാമത് വാർഷികാഘോഷമാണ് കരുനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയിൽ നടത്തിയത്. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും സി.ആർ. മഹേഷ് എം.എൽ.എ. നിർവഹിച്ചു. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇരുത്തിക്കൊണ്ട് ഒരാളിനെ പറ്റി നല്ല വാക്ക് അതിന് കൂടുതൽ പറയുമ്പോൾ ബുദ്ധിമുട്ടാകുന്നത് നമ്മളൊക്കെ പലപ്പോഴും ആളുകൾ മരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം പഴക്കം കൂടുതൽ ഒരാൾ നന്നായിരിക്കുക എന്നിട്ട് ഇല്ലാത്ത സമയത്ത് ആസക്തിയെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിയിലെ ഏത് പരിപാടിയാണ് അവിടെ എത്രയോ വർഷമായി ആളുകൾക്ക് രാഷ്ട്രീയ വിഭാഗം പൈസ സത്യത്തിൽ ആ മനുഷ്യൻ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള സേവനം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പണമാണ്. ബോബൻ ജി നാഥ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിൽ ഉദ്യോഗസ്ഥരാണ് ആസാദ് സാറും രവിചേച്ചിയൊക്കെ ഇവിടെ അതിന്റെ CIP വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ബ്ലോഗറായിട്ടുള്ള സുരേഷ്. ഇന്ന് അദ്ദേഹത്തിനെയാണ് എന്റെ സുഹൃത്തായിട്ടുള്ള ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് യാത്രാ വിവരണങ്ങൾ ഞങ്ങൾ പലർക്കും സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, മുൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ ശൂരനാട് അലി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി. രാമഭദ്രൻ ആദരിച്ചു. ധാന്യ കിറ്റുകളുടെ വിതരണം നഗരസഭാ ചെയർമാൻ പി. സോമരാജൻ നിർവഹിച്ചു. മനുഷ്യന്റെ നിറം അവന്റെ നിറം നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന മതിക്കുന്ന അവസ്ഥയിലേക്ക് കൊച്ചു കുട്ടികൾ പോലും 5, 7, 10 വയസ്സിലേക്കുള്ള കൊച്ചു കുട്ടികൾ പോലും ആ മനസ്സിലേക്ക് മാറിയിരിക്കുന്ന ഒരവസ്ഥ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് ശ്രീ ബി.ആർ. അംബേദ്കറിന്റെ പുനർജന്മം. ഇനിയും ഒരു ബി.ആർ. അംബേദ്കർ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത് ആവശ്യതയാണ് നിമിഷങ്ങളൊന്നായിരുന്നു. നമുക്ക് ജാതിയില്ലാത്തതിന് മതമില്ല, നിറഭേദ വ്യത്യാസമില്ലാതെ, നിറത്തിൽ വ്യത്യാസമില്ലാതെ മനുഷ്യനാണ് എന്നുള്ള സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടി എന്ന് നാം ഒരു സമൂഹമായി മാറുന്നു അന്ന് മാത്രമേ നമുക്ക് നാം കാണുന്ന ഒരു വികസന പ്രവർത്തനം സാമൂഹ്യമായിട്ട് മനസ്സിന്റെ വികാസം ഉണ്ടാകുന്നത് പറയാൻ വേണ്ടിയാണ്. ഇവിടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നാക്കം നിന്നുകൊണ്ട് വളരെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രീ ഗോവിന്ദന്റെ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ എല്ലാവരും പ്രകീർത്തിക്കപ്പെടേണ്ട. മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റിവെക്കാം, മറ്റു സംഗതികളെല്ലാം മാറ്റിവെക്കാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നീതിക്കെതിരെ അടരാടുന്ന ഒരു സംഘടനയുടെ ഓർമ്മകത്താണ് ശ്രീ ബോബൻ ജി നാഥ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ. ജീവകാരുണ്യ പ്രവർത്തകൻ പോച്ചയിൽ നാസർ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, മോഹൻദാസ്, രമാ ഗോപാലകൃഷ്ണൻ, അജി ഷൂർനാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.